വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, യുഎസിനും ഇറാനും ഇടയിൽ സമാധാനം പുലർന്ന് ഹോർമൂസ് വഴി ചരക്ക് കടത്ത് പഴയപടിയാകാനുള്ള കാത്തിരിപ്പ് വീണ്ടും നീട്ടിയാണ് കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ കരസേന ഇറങ്ങിയത്. യുഎസ് സെൻട്രൽ കമാൻഡ് ഇക്കാര്യം എക്സിൽ സ്ഥിരീകരിച്ചതുമാണ്. GCC രാജ്യങ്ങൾ കൂടി ആക്രമണ മുനയിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥതാ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനിടയിൽ തന്നെ അമേരിക്കയുടെ ഈ കരസേന വിന്യാസം ചർച്ചകളെ മുൾമുനയിലാക്കിയിട്ടുണ്ടോ? അമേരിക്കയുടെ കരസേന, അതായത് മെറീനുകൾ, കരസേന മാത്രമല്ല ആംഫീബിയൻ ഓപ്പറേഷന് വേണ്ടി പ്രത്യേകമായി ട്രെയിൻഡായ മെറീനുകൾ ഉൾപ്പെടെ രംഗത്തേക്ക് വരികയാണ്. ഏതാണ്ട് 10,000-ഓളം പുതിയ സൈനികരെയാണ്, അതായത് മെറീനുകളെയാണ് അവിടെ വിന്യസിക്കുന്നതായി മൊത്തത്തിൽ പറയുന്നത്. ഓൾറെഡി അമേരിക്കയുടെ ഏതാണ്ട് 50,000-ഓളം സൈനികർ വിവിധങ്ങളായ അമേരിക്കൻ ക്യാമ്പുകളിലുണ്ട്. ഓൾറെഡി 5-6 ഗൾഫ് രാജ്യങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കരയുദ്ധത്തിന് പ്രയോജനപ്പെടുത്താം എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഒരു വശത്ത്, അതായത് കരയുദ്ധം ആസന്നമാണ്, ഏത് നിമിഷവും കരയുദ്ധം സംഭവിക്കാം എന്ന നിലയിലാണ് അമേരിക്കയുടെ സന്നാഹങ്ങൾ. 2,500-ഓളം മെറീനുകളെ വഹിച്ചുകൊണ്ട് USS ട്രിപ്പോളി ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു, ഒമാൻ ഉൾക്കടലിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം അതും മറ്റ് കപ്പലുകളോട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സന്നാഹങ്ങളും ഒരുക്കപ്പെടുന്നു. ഫ്രഷായി ഒരു 5,000 മെറീനുകളെ ഈ അടുത്ത സമയത്ത് വിന്യസിച്ചു. മറ്റൊരു 2,000 പേരോളം വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്. എയർലിഫ്റ്റ് ചെയ്യാൻ മറ്റ് ഒരുപാട് പേരുണ്ടാകും. കാരണം അമേരിക്കയുടെ ഈ വലിയ വിമാനങ്ങൾ, ഹെർക്കുലീസ് ഉൾപ്പെടെയുള്ള വലിയ വിമാനങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. 100 കണക്കിന് വിമാനങ്ങൾ വരുന്നതായി ട്രാക്ക് ചെയ്യപ്പെടുന്നുമുണ്ട്. അതായത് ഈ വിമാനങ്ങളിലൊക്കെ വൻതോതിൽ സേനകളെ എത്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കരയുദ്ധം ആസന്നമാണ് എന്നൊരു ഘട്ടത്തിലാണ്. ആ പശ്ചാത്തലത്തിലാണ് പാരലായി ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഇറാൻ നേരിട്ട് പങ്കാളി ആകാത്ത ചർച്ചകളാണ്. ഒരുപക്ഷെ ഇറാൻ്റെ ഇൻപുട്ട് എടുക്കുന്നുണ്ടാവും. ഇസ്ലാമാബാദാണ് ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ് ദറിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നു. 3 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി, ഈജിപ്തിൻ്റെ ഫോറിൻ മിനിസ്റ്റർ, തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ. അപ്പോൾ ഈ 3 രാജ്യങ്ങളുമാണ്. അവർ ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല എങ്കിൽ പോലും തീർച്ചയായും ഈ വിവാദം അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ നടപടികൾ എടുക്കാൻ കഴിയുന്ന ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഒരു അറബ് രാജ്യം സൗദി അറേബ്യയുടെ രൂപത്തിൽ, മറ്റൊന്ന് ഈജിപ്തിൻ്റെ രൂപത്തിൽ. നോൺ അറബെങ്കിലും തുർക്കി അതിശക്തമായ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഈ 3 രാജ്യങ്ങളും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് അമേരിക്കയോട് ചില പ്രപ്പോസൽസ് പറയുകയാണ്. ഇറാനിൽ നിന്നും ലഭിക്കുന്ന ചില ഇൻപുട്ടുകൾ ഒന്ന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അമേരിക്കയ്ക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതാണ് ഒരു ഡയമെൻഷൻ. മറുവശത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്നു താൻ മുന്നോട്ട് വെച്ച 15 ഇന സമാധാന പ്രപ്പോസൽ അല്ലെങ്കിൽ പീസ് പ്രപ്പോസൽ, അതിൽ മിക്ക കാര്യങ്ങളും ഇറാൻ ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. ആദ്യം പറഞ്ഞത് ഇറാൻ തങ്ങളുമായി നേരിട്ട് സംസാരിച്ചു. അതുമാത്രമല്ല, വെറുതെ വിടുക പറയുന്ന കൂട്ടത്തിൽ കയറി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാൻ ജനത തന്നെ അവരുടെ പരമോന്നത നേതാവായി അംഗീകരിക്കാൻ തയ്യാറാണ്, താൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന് വരെ പറഞ്ഞു വെച്ച മഹാനാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പറയുമ്പോൾ 15 ഒരു നിർദ്ദേശത്തിൽ ഇറാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ചർച്ച? പക്ഷേ ഇറാൻ പറയുന്നത് അങ്ങനൊരു ചർച്ചയെ ഉണ്ടായിട്ടില്ല, അമേരിക്കയുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇൻഡയറക്റ്റായി സംസാരിച്ചോ ഇല്ലയോ എന്ന് ക്ലാരിറ്റി ഇറാൻ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ മാത്രമാണ് അവിടെ ഇപ്പോഴത്തെ നിലയിൽ റൂട്ടിംഗ് ത്രൂ പാകിസ്ഥാൻ. അത് പാകിസ്ഥാൻ്റെ അഭിപ്രായം എന്ന നിലയിലല്ല, മറ്റു രാജ്യങ്ങളുടെ, സൗദി അറേബ്യയുടെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതാണ് രംഗം. ഒരു വശത്തെ തകൃതിയായ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ. ഏത് നിമിഷവും ഖാർഗ് ഐലൻഡിലേക്ക് ഇരച്ചു കയറാം, ഏത് നിമിഷവും ഹോർമൂസ് കടലെടുക്ക് ബലം പ്രയോഗിച്ച് ആ ഭാഗത്ത് സൈനിക വിന്യാസം നടത്താം, കപ്പലുകൾ ഉൾപ്പെടെ കടന്നു വന്നേക്കാം അമേരിക്കയുടെ. ആ രീതിയിലാണ് ഒരു ഘട്ടം. അതേ സമയത്ത് തന്നെ സമാധാന ചർച്ചകൾ. അപ്പോൾ സമാധാന ചർച്ചകളിൽ ഇൻഡയറക്റ്റായ ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. പക്ഷേ ഇറാൻ ഒന്നും തന്നെ തെളിച്ചു പറഞ്ഞിട്ടില്ല. ഇറാൻ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, കരയുദ്ധം നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അമേരിക്കൻ നാവികരുടെ, അമേരിക്കൻ സേനാംഗങ്ങളുടെ
ശരീരം പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകും, നിങ്ങൾ ജീവനോടെ തിരിച്ചു പോകില്ല എന്ന കർശനമായ ഒരുതരം വാർണിംഗ് ആണ് ഇറാൻ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കടന്നു വരൂ, ഡെയറിങ് ഫോർ എ വാർ, കടന്നു വരൂ, യുദ്ധം ചെയ്യൂ, ധൈര്യമുണ്ടെങ്കിൽ കീഴടക്കൂ എന്നാണ് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ഒരു കരയുദ്ധത്തിന് പൂർണ്ണമായി തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ്. ഈ കരയുദ്ധം സംഭവിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇറാൻ. കരയുദ്ധം സംഭവിക്കേണ്ടത് കൂടി ഇറാൻ്റെ ആവശ്യമാണ് ഒരു കണക്കിൽ. കാരണം ആകാശത്ത് നിരന്തരം യുദ്ധം തുടരുകയാണെങ്കിൽ മറിച്ചൊന്നും ഇറാൻ ചെയ്യാനില്ല. കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ കരയുദ്ധത്തിൽ ഇറാന് നിർണായകമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും അമേരിക്കൻ പക്ഷത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ ഇറാൻ്റെ പ്രയോജനം എന്താണ്? ശക്തമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അമേരിക്കയാണ് ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്തിൽ നിന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഇറാൻ ആ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ. അതുകൊണ്ട് കരയുദ്ധത്തിലേക്ക് പോവുകയും ഏതാനും അമേരിക്കൻ തടവുകാർ പിടിക്കപ്പെടുകയൊക്കെ ചെയ്താൽ അത് വെച്ച് ഇറാന് വിലപേശാൻ കഴിയും. ഒന്നും വേണ്ട, ഈ ഗാസയിൽ ഹമാസ് ഒരു കിരാതമായ നടപടിയാണ് നടത്തിയത്. ഇസ്രായേലിൻ്റെ ബന്ദികളെ കൊണ്ടുപോയി, പക്ഷേ അവരെ വെച്ചാണ് വിലപേശൽ നടത്തിയത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് കരയുദ്ധം ഇറാൻ്റെ സ്ട്രെങ്ത് ആണ് എപ്പോഴും. അവിടെ നാശനഷ്ടങ്ങളുണ്ടാകാം, ഏറിയൽ കവർ വളരെ വലിയ രീതിയിൽ അമേരിക്ക കൊടുക്കും. പക്ഷേ ആത്യന്തികമായി വിജയപരാജയങ്ങളൊന്നുമല്ല ഇവിടെ സംസാരിക്കുന്നത്. ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയുന്നത് അതൊരു തരം ഈ വാർ മോങ്കറിംഗ് ആണ്. അങ്ങനെയല്ല, ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ കരയുദ്ധം ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറുപക്ഷത്തും നാശനഷ്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് സമാധാന ചർച്ചകൾ ഉടനടി ഒരു ഡീലിലേക്ക് പോകാനൊന്നും ഇറാനും താല്പര്യപ്പെടുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ ഈ ചർച്ചയാകാമെന്ന് ഇറാൻ സമ്മതിച്ചതിന് തൊട്ടു പിറകെ അമേരിക്ക സൈനിക വിന്യാസം നടത്തിയത് ഈ ചർച്ചകളെ നിഷ്ഫലമാക്കാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ എടുത്തു പറയേണ്ടത്, ചർച്ചകൾ നടക്കവേ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചത്. ഈ വർഷം ഫെബ്രുവരി 28-നും ഇറാന് നേരെ ആക്രമണമുണ്ടായത് 4ാം വട്ട ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറെടുക്കുമ്പോഴാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലും കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള കോപ്പുകൂട്ടലിനുള്ള സമയം അമേരിക്ക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. താങ്കളും അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനിടയിലാണ് ഇപ്പോൾ കരസേന ഇറാനിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത് US-ൽ നേരത്തെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട ഇറാനെ പിന്നെയും അകറ്റാനല്ലേ ഉപകരിക്കൂ. അപ്പോൾ ട്രംപിന്റെ ഒരു നീക്കമുണ്ടല്ലോ ഇപ്പോഴത്തെ, അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിക്കുമോ? ഒരു യുദ്ധത്തിൽ വേണ്ട അവശ്യ കാര്യം, യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് മീനിങ് ഫുൾ ചർച്ചകൾ നടക്കണമെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാകണം, വിശ്വാസമുണ്ടാവണം. മറുപക്ഷത്ത് ചതി ഉണ്ടാവില്ല എന്ന വിശ്വാസമുണ്ടാകണം. പറയുന്ന വാക്കിന് ഉറപ്പുണ്ട് എന്ന ഒരു വിശ്വാസമുണ്ടാവണം. ആ വിശ്വാസം ഇറാനില്ല, ഒട്ടുമില്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2 പ്രധാനപ്പെട്ട ജങ്ചറുകളിൽ, ഒന്ന് 2025 ജൂണിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ 5 റൗണ്ട് നെഗോസിയേഷൻ ഒമാൻ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആണവ ചർച്ചകളാണ്. അതൊരു ഘട്ടം വന്ന് വഴിമുട്ടി നിൽക്കുകയൊന്നുമായിരുന്നില്ല. 6ാം റൗണ്ടിലേക്ക് പ്രവേശിക്കും എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഏകപക്ഷീയമായി ഇടപെടുന്നത്. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നു. ഇസ്രായേലുമായി യുദ്ധത്തിലായിരുന്നു, ശരിയാണ്. ഇസ്രായേൽ ഇറാനും തമ്മിൽ 2 റൗണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞതാണ്. അതിൻ്റെ പരിസമാപ്തി എന്ന നിലയിലാണ് ഫർദോ, ഇസ്ഫഹാൻ, നഥാൻസ് ആണവ നിലയങ്ങൾ അമേരിക്ക തകർക്കുന്നത്. അപ്പോഴാണ് അതിനർത്ഥം ചർച്ചകൾ എന്നത് വെറും ഐ വാഷാണ്. അതൊരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഈ പറയുന്ന ഫെബ്രുവരി 2026 ഫെബ്രുവരി 28 ഈ കഴിഞ്ഞ മാസം നടന്ന ആക്രമണം. അതായത് യുദ്ധത്തിന് 1 മാസമായിരിക്കുന്നു. അന്ന് നടന്ന ആക്രമണം ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 റൗണ്ട് ചർച്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടക്കുന്നു. അതിൽ പുരോഗതി ഉണ്ടായി എന്ന് അബ്ബാസ് അരാക്ചി തന്നെ പറയുന്നു, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ പറയുന്നു. അതിനുശേഷം ജനീവയിൽ വെച്ച് 2 റൗണ്ട് ചർച്ചകളാണ്, ആണവ ചർച്ചകളാണ്. ആണവ സമ്പുഷ്ടീകരണം കുറച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ചും ആണവ ആയുധങ്ങൾ വിഭക്താകുന്നില്ല എന്നതിനെക്കുറിച്ചും. 3ാം റൗണ്ട് ചർച്ചാ സമയത്ത് അബ്ബാസ് അരാക്ചി വ്യക്തമായി ഡ്രാഫ്റ്റ് പ്രപ്പോസൽ കൊടുത്തു. ഞങ്ങൾ പൂർണ്ണമായ നിരായുധീകരണമല്ല, തങ്ങൾക്ക് ആണവശേഷി മുന്നോട്ട് കൊണ്ടുപോകണം, ഊർജ ഉത്പാദനത്തിന് വേണ്ടി തങ്ങൾ ആണവശക്തി ഉപയോഗിക്കും, പക്ഷേ പരിമിതപ്പെടുത്താൻ തയ്യാറാണ്. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷന് വിധേയമാകാൻ തയ്യാറാണ്. നിബന്ധനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുസരിക്കാനും തയ്യാറാണ്. ഇതാ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ. അത് അമേരിക്കൻ മുന്നോട്ട് വെച്ചു.
അപ്പോഴും ആ ചർച്ചകൾ വിജയിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത 4ാം റൗണ്ട് ചർച്ചകൾ അത് വിയന്നയിൽ വെച്ച്, ഓസ്ട്രിയൻ നഗരമായ വിയന്നയിൽ വെച്ച് നടക്കാൻ പോകുന്നു. അവിടെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വന്നുകൊണ്ട്, ആറ്റം ബോംബാണല്ലോ വിഷയം, അങ്ങനെയെങ്കിൽ IAEAയുടെ ഒരു മേൽനോട്ടം ആവശ്യമാണ്. അതുകൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോയി. ആ ഒരു സമയം ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഒരു ഡേറ്റും ഫിക്സ് ചെയ്ത് ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ സമാന്തരമായി ആക്രമണം 28-ാം തീയതി ആക്രമണം നടത്തി. അതിനർത്ഥം എന്താണ്? ഒരു കാരണവശാലും അമേരിക്കയോ ഇസ്രയേലോ നടത്തുന്ന, ഇസ്രയേൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല, അമേരിക്ക നടത്തുന്ന ചർച്ചകളെ വിശ്വസിക്കാനാവില്ല എന്ന് ഇറാൻ 1 അല്ല 2 പ്രാവശ്യം പാഠം പഠിച്ചു. ഇപ്പോൾ വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ അല്ലേ? തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കുമെന്ന പ്രമാണം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. ഇത് ഇറാൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്ത് ചർച്ചയും അമേരിക്ക സമാധാനത്തിന് വേണ്ടിയല്ല, മറിച്ച് സമയം വാങ്ങിയെടുക്കാൻ, അമേരിക്കയുടെ സേനാ വിന്യാസത്തിന് വേണ്ടി സമയം ആവശ്യമുണ്ട്. അത് വാങ്ങിയെടുക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ മാത്രമാണ് അമേരിക്ക ചർച്ചകളെ കാണുന്നത്. അതുകൊണ്ട് ചർച്ചകൾ, ഇറാൻ്റെ നിലപാടിതാണ്, ചർച്ചകൾ ഫലവത്താവണമെങ്കിൽ മറുപക്ഷത്ത് സമ്മർദ്ദമുണ്ടാവണം, മറുപക്ഷത്ത് നാശനഷ്ടമുണ്ടാകണം. നോക്കൂ, കുറച്ച് ആഴത്തിലൊന്ന് പരിശോധിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഇറാൻ നിരന്തരം GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു? അവിടെ ജനങ്ങൾക്കുൾപ്പെടെ ജീവഹാനി ഉണ്ടാകുന്നു. UAEയിൽ 11 പേരാണ് മരിച്ചത്. ഇന്ത്യക്കാരായ ഇപ്പോൾ ഈ 6 രാജ്യങ്ങളിലായി ഇന്ത്യക്കാരായ 9 പേര് ഇതിനോടൊക്കെ മരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ വെച്ച് ഒരു വലിയ ആക്രമണത്തിൽ, കഴിഞ്ഞ രാത്രിയിൽ കുവൈറ്റിൽ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ്, ഊർജ സംഭരണി, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ആക്രമണ വിധേയമായി ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. അപ്പം ആൾനാശമുണ്ടാകുന്നു. എന്തുകൊണ്ട്? ഇറാന് ശത്രുതയുള്ളതുകൊണ്ടല്ല, UAEയോട് ശത്രുതയുള്ളതുകൊണ്ടല്ല, അമേരിക്കൻ താവളങ്ങൾ ഉള്ളതുകൊണ്ട് അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുകയും അങ്ങനെ ഈ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ, ഷെയ്ഖ്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരും എമീർമാരും ഒക്കെ അടങ്ങുന്ന ഭരണകൂടങ്ങൾ അമേരിക്കയോട് സന്ധിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്ന ലളിതയുക്തിയാണ്. ആ യുക്തി ഇപ്പോഴും ഇറാനുണ്ട്. ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആത്യന്തികമായി അമേരിക്കയെ തടയാൻ, നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മെല്ലെ പോകാൻ നിർബന്ധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ കഴിയും എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധമെങ്കിൽ അതേ ഗൾഫ് രാജ്യങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ഞങ്ങൾക്ക് സമാധാനമായി സഹവർത്തിത്വമാണ് വേണ്ടത്. നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് പൊടി തട്ടിയാൽ പോകും അമേരിക്ക, അല്ലെങ്കിൽ ഇവിടെ സേനാ താവളങ്ങളുമായി നിൽക്കും. ഞങ്ങൾക്ക് നിരന്തരം ഒരു ഡീസ്റ്റെബിലൈസ്ഡ് ആകുന്ന ഇറാനിൽ നിന്നും സായുധ സംഘങ്ങൾ ഉൾപ്പെടെ തങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണം ഉണ്ടാകാം. ഒരുപക്ഷെ ഭീകരതയുടെ കളിത്തൊട്ടിലായി ഇറാൻ മാറിയേക്കാം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത് സമ്മർദ്ദമാണ്. ഇത് സമ്മർദ്ദം ചെലുത്തുമെന്നാണ്. അതാണ് ഒരു തന്ത്രം. 2, കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്താൽ യുദ്ധവിരാമത്തിന് വേണ്ടി അമേരിക്കയ്ക്കുൾപ്പെടെ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. തിരിച്ചാണ്, ഇറാൻ അമേരിക്കയ്ക്ക് മേലല്ല, അമേരിക്ക ഇറാന് മേൽ തങ്ങളെ എങ്ങനെയെങ്കിലും നമുക്ക് ഡീലാകാം, ലെറ്റ്സ് ഹാവ് എ ഡീൽ എന്ന് ആത്മാർത്ഥമായി അമേരിക്ക പറയുന്ന ഒരു ഘട്ടം വരും. ഹോർമൂസിന് മേൽ ഇപ്പോഴും ഇറാൻ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. കപ്പലുകൾ വിട്ടുപോകാം, ഹോർമൂസ് തങ്ങൾ അടച്ചിട്ടില്ല എന്നൊക്കെ ഇറാൻ പറയുമ്പോഴും അമേരിക്കൻ കപ്പലുകൾക്കും ഇസ്രായേലി കപ്പലുകൾക്കും അമേരിക്കൻ താല്പര്യമുള്ള, അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ പോർട്ടുകളിൽ നിന്ന് വരുന്നതുമായ കപ്പലുകൾക്ക് കടന്നു പോകാനാവില്ല. അത് സമ്മർദ്ദമാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാലല്ലാതെ ഒരു ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല. ഏകപക്ഷീയമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്ക പറയുന്ന എല്ലാം ഇറാൻ അംഗീകരിച്ചു കൊടുക്കുകയും തങ്ങളുടെ രാജ്യം മാത്രം, തങ്ങളുടെ പരമാധികാരം മാത്രം നിലനിർത്തുകയും ഭരണകൂടം മാത്രം ഈ രൂപത്തിൽ നിലനിർത്തുകയും മറ്റെല്ലാം വിട്ടുകൊടുക്കുകയും ഊർജ്ജ ഉപാധികൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയും അമേരിക്ക അവിടെ വന്ന് കച്ചവടം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇറാൻ ഗവൺമെൻറ് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. ഇറാൻ്റെ പൊതുജനാഭിപ്രായം ഒരു പക്ഷേ അതിനനുകൂലമാവില്ല. അതുകൊണ്ടാണ് ചർച്ച എന്ന ഒരു കാര്യത്തോട് ഇറാൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മീനിങ്ലെസ് ആണ് എന്ന വിശ്വാസത്തിലാണ്.